നിന്റെ അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിലേ അതിശയിക്കേണ്ടതുള്ളൂ. കാരണം അയാൾ ജന്മനാ ഒരു അത്യാഗ്രഹിയായി പോയി. കഷ്ടം. എനിക്കതല്ല, രാജശേഖര കൈമളുടെ മട്ടിലും പത്രാസിലും ഒക്കെ അയാള് ഭ്രമിച്ചു എന്നിരിക്കട്ടെ. എനിക്ക് മനസ്സിലാകാത്ത നന്ദിനിക്കുട്ടിയെ. എന്തോന്ന് മനസ്സിലാക്കാൻ? ഒരു ഭാഗത്ത് നന്ദിനിക്കുട്ടി, ഒരു ഭാഗത്ത് ദീപക്കുട്ടി, മറുഭാഗത്ത് മേരിക്കുട്ടി. ഇവനാര് ഗോപാലകൃഷ്ണനോ? പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ ഈ പോക്ക് ശരിയല്ലെന്ന്. ഏതോ ഒരു ആട്ടക്കാരിയെ കണ്ടപ്പോ നീ ആ പാവം നന്ദിനിക്കുട്ടിയെ മറന്നു. നിങ്ങൾക്കാർക്കും എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തോന്ന് അവസ്ഥ? ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. എന്റെ ഉത്തമ, നീ നടക്ക. സുധി, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ നീ പറ. നിങ്ങളൊക്കെ കരുതും പോലുള്ള ഒരു ബന്ധമല്ല ഞാനും ദീപിയും തമ്മിലുള്ളത്. നീ പറഞ്ഞ പോലെ എവിടുന്നോ വന്ന ഒരു ആട്ടക്കാരി അല്ല അവള്. എന്റെ ഗോപിയായിട്ട് സ്നേഹിച്ചിരുന്ന പെണ്ണ. ഗോപിയേട്ടന്റെ അപകട മരണം ദീപയെ മാനസികമായി തളർത്തി. ദീപ ഇന്നൊരു മാനസിക രോഗിയാണ്. മാനസിക രോഗി? അവൾ ഈ കാണിക്കുന്നതൊക്കെ രോഗത്തിന്റെ ലക്ഷണങ്ങളാ. രോഗത്തിന്റെ ലക്ഷണങ്ങളോ? ഞാനത് വിശ്വസിക്കുന്നില്ല. ആ കുട്ടിക്ക് യാതൊരു അസുഖമില്ല. വിശ്വസിക്കണം. സുധി പറഞ്ഞതൊക്കെ സത്യമാണ്. ദീപയെ, എന്റെ മോളെ, അവളുടെ ഒരാഗ്രഹത്തിനും എതിര് നിൽക്കാതെ സ്നേഹവും സന്തോഷവും നൽകിയ അവളെ ഞാൻ വളർത്തിയത്. ഞങ്ങളുടെ ആ ചെറിയ ലോകത്തിലേക്ക് അതിഥിയായി കടന്നു വന്ന ഗോപികൃഷ്ണൻ ഞങ്ങളുടെ എല്ലാമായി തീർന്നു. जिसको तुम ढूंढा है फर्स्ट क्लास है, गाना बहुत अच्छा है. ഒന്ന് കൈകാര്യം ചെയ്യണേ. അല്ല, साले चोर, सुबह के बच्चा कहाँ है? अभी तक हमारे साथ है. बोलो साले. नहीं मालूम सर, यहाँ कोई नहीं आया. अंदर जाकर तलाश करो. साले भीख मांगा. तुमसे हम सच बुला के रखेंगे. सोने की दुकान के मालिक को खत्म करके भाग के आया है. आज इसका अंतिम है. साहब पूरा तलाश किया, वो इधर नहीं है साहब. जल्दी जल्दी चलो. Find him. ചാക്കിനകത്ത് കയറി സ്റ്റോർ റൂമിന്റെ സൈഡിൽ ചെരിഞ്ഞിരുന്നു. അവര് കണ്ടില്ല. പട്ടി കഴിവറാമോൻ, അവന്റെ ഒരു ചാക്ക്. ഏത് നശിച്ച നിമിഷത്തിലാ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്? അത് നിനക്ക് ഓർമ്മയില്ലല്ലോ. രക്തത്തിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരുന്നില്ലേ? എന്തിനായിരുന്നല്ലോ അന്ന് എന്നെ രക്ഷിച്ചത്? ആ ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്കിതൊന്നും കാണേണ്ടി വരില്ലായിരുന്നല്ലോ. എടാ, നന്ദിയേട് കാണിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അല്ലേന്ന് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചേനെ. അയ്യോ പാവം. എന്തിനാ നിന്റെ ഈ ചിരി ഉണ്ടല്ലോ, എനിക്ക് ചൊറിഞ്ഞു വരുന്നു. അധികം ചൊറിയണ്ട. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഞാൻ കക്കേ കള്ളക്കടത്ത് നടത്ത് എന്ത് വേണമെങ്കിൽ ചെയ്യും. എന്നാ പോടാ, പോയി നശിക്ക്. ഈ തലയെഴുത്തെന്ന് പറഞ്ഞാലേ തൂത്താ പോവല്ല. यदींद्र साहब, जल्दी बुलाओ. जल्दी. ചെല്ല് ചെല്ല്. വല്ല മാർവാടിയുടെയും സമ്പാദ്യം കുലയോടെ ചെത്തിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. മേടിച്ചോണ്ട് പോയി ഞണ്ണ്. എന്റെ കുന്നത്തൂരമ്മേ, അവൻ ആവത്തൊന്നും വരുത്തരുതേ. वो 11 बजे बीच में आएगा. काला चश्मा और सफेद दस्ताने पहन की एक नीग्रो, एक काला भूत जैसा. बाकी हम जैसे बोला विक्रम. भला हो. താങ്ക് യു സർ. ഇവനൊന്നും ഒരു കാലത്ത് നന്നാവില്ല. മഹാമായെ രക്ഷിക്കണേ. ഇതെന്തോന്നാ? ശംഖ്, സ്വർണ്ണ ശംഖ്. അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ച ഇതെങ്ങനെ ഇവിടെ വന്നു? ഏത് ക്ഷേത്രത്തിലേടാ ഇത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? ഇതിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും എനിക്കറിയില്ല. ഓസ് ഇന്നലെ വിൽക്കാൻ തന്ന കൂട്ടത്തുനിന്ന് ഞാൻ അടിച്ചു മാറ്റിയാ.
1 കിലോ കാണും അല്ലേ? ദൈവത്തിന് നിരക്കാത്ത നീ കാണിക്കരുത്. ഓ പിന്നെ ദൈവത്തിന് നിരക്കായിക. ജീവൻ പണയം വെച്ചുള്ള കളിയാ. അതിന് തക്ക പ്രതിഫലമൊന്നും അയാൾ തരുന്നില്ല. പിന്നെ ഇവനൊക്കെ ഏത് സമയവും നിറം മാറാം. എപ്പോ വേണമെങ്കിലും എന്നെ പറിച്ചെറിയാം. അതുകൊണ്ട് എന്റെ ഗോപികൃഷ്ണ, 50 ലക്ഷം അയാൾക്ക് കിട്ടുമ്പോ 5 ലക്ഷം ഞാൻ എടുക്കും. അതിലെന്താ തെറ്റ്? എടാ, ഈ ശംഖ് ഏതെങ്കിലും മഹാക്ഷേത്രത്തിന്റെ പൂജാദ്രവ്യമായിരിക്കും. ഇത് കാണാത്തതിന്റെ പേരിൽ ഒരു സമൂഹം മുഴുവൻ ദുഃഖിക്കുന്നുണ്ടാവും. എന്തെല്ലാം അനർത്ഥങ്ങൾ ഇതുമൂലം ഉണ്ടാവും നിനക്കറിയോ? ചിലപ്പോ ഒരു നഗരം മുഴുവൻ വർഗീയ ലഹളയിൽ കത്തി അമരുകയാവും. യതീന്ദ്ര, ദൈവത്തിനോടുള്ള കളി നിനക്ക് നല്ലതിനല്ല. നീ ഇത് തിരികെ ഏൽപ്പിക്കാൻ നോക്ക്. നല്ല കളിയായി. ഇത് മോഷ്ടിക്കാൻ പറ്റതിന്റെ പാട് എനിക്കല്ലേ അറിയൂ. അതേടാ, പാട് തന്നെയാ. ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തിന്റെ കാവലിലാടാ കോടിക്കണക്കിന്റെ ഈ സ്വത്തുക്കളൊക്കെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. എന്തോന്ന് വിശ്വാസം, എന്തോന്ന് ദൈവം. എടാ, കൺമുമ്പ് കാണാത്തൊന്നും വിശ്വസിക്കരുത്. നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ടടാ. എന്റെ കുന്നത്തൂരമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. നിനക്കറിയോ, അമ്മയുടെ വിലമതിക്കാനാവാത്ത മണിച്ചിലങ്ക നാട്ടുകാരുടെ വിശ്വാസത്തിന്റെ മാത്രം സംരക്ഷണത്തിലാ നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതെന്താ ആരും എടുത്തോണ്ട് പോകാത്തത്, മോഷ്ടിക്കാത്തത്? നീയൊക്കെ 100 ജന്മം തപസ്സിരുന്നാലും അതിലൊന്ന് തൊടാൻ പോലും പറ്റില്ലടാ. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ചൈതന്യമാണത്. ഞങ്ങളുടെയൊക്കെ രക്ഷയാണത്, ജീവനാണത്. അതുപോലെ ദിവ്യമായ ഏതോ ക്ഷേത്രത്തിലെ ശങ്കാണിത്. ഇത് തിരികെ എത്തിക്കുന്ന യതീന്ദ്ര നിനക്ക് നല്ലത്. ദിവ്യമായ ശംഖ്, അതിലും ദിവ്യമായ മണിച്ചിലങ്ക. യതീന്ദ്രനെ കുറച്ച് ദിവസങ്ങളായി ബോംബെയിലെങ്ങും കാണുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചെത്തിയ ഗോപികൃഷ്ണനെ ഞാൻ ആശ്വസിപ്പിച്ചയച്ചു. ഏറെ വൈകും മുമ്പ് യതീന്ദ്രൻ മടങ്ങിയെത്തി. നീ പറഞ്ഞപ്പോഴൊന്നും ഇത് ഇത്ര ഗംഭീരമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഈ മണിച്ചിലങ്ക ബോസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പിന്നെ കച്ചവടം ഉറപ്പിച്ചു. യൂറോപ്പിൽ നിന്ന് വന്ന സായിപ്പിന് ഇത് കൂടിയേ തീരൂ. ആ, യൂറോപ്പിലേക്ക് കപ്പൽ കയറുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ കഷ്ടമല്ലേ? ഒന്ന് തൊട്ടു പണിയിക്കോ. എന്റെ മര്യാദക്ക് ഞാനിത് നിന്നെ കാണിച്ചു. അപ്പൊ നീ കൂടുതൽ ഷൈൻ ചെയ്യാ. എന്റെ ഒരു കുന്നത്തൂരമ്മയും ചേലങ്കിയും. ചതിച്ചു. യതീന്ദ്രൻ നമ്മളെ ചതിച്ചു. ഇത് കുന്നത്തൂരമ്മയുടെ മണിച്ചിലങ്കയാ. നഷ്ടപ്പെടരുത്. എങ്ങനെയും ഇത് കുന്നത്തൂർ എത്തിക്കണം. എത്രയും പെട്ടെന്ന് ഇതുമായി ഇവിടുന്ന് രക്ഷപ്പെടണം. ഞാൻ പുറകെ വന്നോളാം. ശരി. बेचारे बच्चे, तेरे को दूसरा खिलौना दूंगा, वो वापस करो. ചിലങ്ക എവിടാ? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? ഗോപികൃഷ്ണൻ ആഗ്രഹിച്ചതുപോലെ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച് ആ ചിലങ്ക ഞാനിവിടെ എത്തിച്ചു. അത് തിരുനടയിൽ എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിച്ചാൽ ദേവി എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കും.
ഇപ്പൊ ചെലങ്ക എവിടെ? ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അത് തിരുനടയിലെത്തിയാൽ യതീന്ദ്രൻ വെറുതെ ഇരിക്കില്ല. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണോ? ഈ ചിലങ്ക വെച്ച് വേണം യതീന്ദ്രനെ കെണിയിൽ വീഴ്ത്തേണ്ടതും നന്ദിനിക്കുട്ടിയെ നീ സ്വന്തമാക്കേണ്ടതും. അതുകൊണ്ട് ഇനിയുള്ള ഓരോ ചുവടുവയ്പും വളരെ കരുതലോടുകൂടി വേണം. അമ്മേ, സർവ്വ പാപങ്ങളും തീർത്ത് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. വെളിച്ചപ്പാടിനെ വിളിച്ചോളൂ. തിരുനടയിലേറ്റുന്നതിന് മുമ്പായി ശുദ്ധികലശവും പൂജകളും നടത്തണ്ടേ? അതുവരെ ചിലങ്ക സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം കമ്മിറ്റിക്കാരേറ്റെടുക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ ചുമതല പ്രസിഡന്റിനുള്ളതാണ്. ചിലങ്ക കൈമാറിയിട്ട് നീ രക്ഷപ്പെടാന്ന് കരുതി അല്ലടാ? എന്റെ ഒരു കാമുകനും സെന്റിമെന്റ്സും ചിലങ്ക തിരിച്ചേൽപ്പിച്ച ചത്തുപോയ എന്നിട്ട് ഗോപികൃഷ്ണൻ തിരിച്ചു വരുമെന്ന് കരുതോടി. കൊല്ലടാ, കൊല്ല്, ഞങ്ങളെല്ലാം കൊല്ല്. ഏതെല്ലാം വേഷം കെട്ടി എന്തൊക്കെ കളി കളിച്ചാലും നിന്റെ ഉദ്ദേശം നടക്കില്ലടാ. കൊല്ലും, എല്ലാറ്റിനെയും കൊല്ലും. ചിലങ്ക കിട്ടിയില്ലെങ്കിൽ നിന്നെയൊക്കെ ഇഞ്ചിഞ്ചായി അരിയും ഞാൻ. എന്നെ കൊലക്കി കൊടുത്തിട്ട് ജീവിക്കാമെന്ന് കരുതിയോ? എന്താ ഇത്ര ധൃതിയില്? മാറിക്കടി. എടോ മേനോനെ, എനിക്ക് മണിച്ചിലങ്ക കാണണം. നിലവറയുടെ താക്കോൽ എടുക്ക്. നീ എന്താ ഈ പറയണത്? എടുക്കാൻ. ചിലക്കാതെ നിലവറയുടെ താക്കോൽ എവിടെയെന്ന് പറയാൻ. പറയാൻ ഞാൻ തരില്ല. എടുക്കാൻ. ശശി, ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് മണിച്ചിലങ്കയും കൊണ്ട് കടന്നു കളയാമെന്ന് കരുതി അല്ലടാ? ഗോപിയേട്ടനെ കൊന്നിട്ട് നീ ഇവിടെ വന്ന് നാടൻ കളിക്കുന്നതാ. മണിച്ചിലങ്ക No.
ശാസ്ത്രി എന്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി എടുത്ത് വാടോ. ഓ, പോലീസ് എത്തി. ഇപ്പോഴെങ്കിലും ഈ ജവഹരക്കുറിപ്പിനെ ശരിക്കും മനസ്സിലായി കാണുമല്ലോ ഇല്ലേ? ഒഫീഷ്യൽ ഫോർമാലിറ്റീസിന് വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. തീർച്ചയായും വരണമല്ലോ. കുന്നത്തൂർ നിവാസികളുടെയും അവരുടെ സ്വന്തം പ്രസിഡന്റായ ജവഹരക്കുറിപ്പിന്റെ കഴിവും ബുദ്ധിശക്തിയും അവശേഷിക്കുന്ന സങ്കീർണങ്ങളായ കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ വേണ്ടി വിനിയോഗിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ